സുഹൃത്തുക്കളെ, നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നത് ഓലപ്പന്തുകളായിരുന്നു. കളിക്കാനെല്ലാം കുട്ടികളും ഞങ്ങളെല്ലാം ഉപയോഗിച്ചിരുന്നത് ഓലപ്പന്തുകളായിരുന്നു. ഇപ്പോൾ ഓലപ്പന്തുകൾ ആരും ഉപയോഗിക്കുന്നില്ല. പ്ലാസ്റ്റിക്കും റബ്ബറും അങ്ങനെ പലതരം ബോളുകളൊക്കെ നമ്മുടെ നാട്ടിൽ വന്നു. പക്ഷേ പണ്ട് ഉണ്ടാക്കിയിരുന്ന ഈ ഓലപ്പന്തുകൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഓലപ്പന്തിന് പ്രധാനമായിട്ടും വേണ്ടത് 2 ഓലക്കണ്ണികളാണ്. 2 കണ്ണി. ഈ 2 കണ്ണി എടുത്തതിന് ശേഷം ഈർക്കിൽ ഒഴിവാക്കുക. ഈർക്കിൽ ഇങ്ങനെ പൊട്ടിച്ച് കീറി ഒഴിവാക്കുക. 2 ഈർക്കിൽ പൊട്ടിച്ച് ഒഴിവാക്കുക. അതിന് ശേഷം നമ്മൾ അത് കട്ട് ചെയ്യുക. ഇതിൻ്റെ ടോപ്പ് ഭാഗം കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഒന്ന് ക്ലിയറായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക. കണ്ണി 4 ഭാഗം കിട്ടും. ആ 4 ഭാഗം ഇങ്ങനെ ഒരേ അളവിൽ ഒരേ സൈഡാക്കിയിട്ട് ലെവൽ ചെയ്ത് പിടിക്കുക. ലെവൽ ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ ഇത് കണ്ണീൻ്റെ അവസാന ഭാഗത്ത് എൻഡിലെത്തുന്നതിൻ്റെ കുറച്ച് മുൻപ് ഒരു കെട്ടിടുക. 1 or 2 കെട്ടിട്ട് കൊടുക്കുക. കെട്ടിട്ട് നന്നായിട്ട് കെട്ടിട്ട് കുടുക്കി വെക്കുക. കുടുക്കി വെച്ചതിന് ശേഷം ഈ ഭാഗം ബാക്കി പൊട്ടിച്ചെടുത്ത് കളയുക. കത്രി കൊണ്ട് പൊട്ടിക്കുക, കത്തി കൊണ്ട് പൊട്ടിക്കുക, പൊട്ടിച്ചെടുത്ത് കളയുക. അതിന് ശേഷം നമ്മൾ ഇത് ഇങ്ങനെ പിടിച്ചതിന് ശേഷം പന്ത് മടഞ്ഞെടുക്കണം. ഇങ്ങനെ മടഞ്ഞെടുക്കുക എന്നുള്ളത് കാണിക്കുക. 4ാമത്തെ കണ്ണി നോക്കി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നോക്കി മനസ്സിലാക്കുക. 4ാമത്തെ കണ്ണി അടിയിലേക്ക് എടുക്കുക. 3ാമത്തെ കണ്ണി പുറത്തേക്ക് എടുക്കുക. ഫസ്റ്റിലത്തെ കണ്ണി ഇങ്ങനെ ഇടുക. 4ാമത്തെ കണ്ണീൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഘട്ടമാണ് അത് ചെയ്തത്. അതുപോലെ തന്നെ തുടർന്ന് വരുന്ന ഭാഗത്തും ഇങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് ടൈം കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഇതേ ഉള്ളൂ, കാര്യമേ ഉള്ളൂ. ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുക്കുക. ഒരു തവണ കൂടി ചെയ്യാം. വളരെ സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത്, ഇത് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം ഈ എൻഡ് ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. അത് പിന്നെ കാണില്ല. നമ്മൾ ആ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ഒന്ന് കുടുക്കി ഉറപ്പിക്കുക. ഒരു തവണ കൂടി ചുറ്റുക. ഇങ്ങനെ തുടർച്ചയായിട്ട് കണ്ണീൻ്റെ ഒരു 3/4 ഭാഗം ഇങ്ങനെ മടഞ്ഞെടുക്കണം. ഇപ്പോൾ നമ്മൾ ഈ 2 ഭാഗം കാണാതെ രീതിയിലേക്ക് മാറി. ഇത് 8 കണ്ണി വെച്ചതും ചെയ്യുന്നതുണ്ട്. അത് മറ്റൊരവസരത്തിൽ കാണിച്ചു തരുന്നുണ്ട്. അത് കുറച്ചും കൂടി പഠിച്ചെടുക്കാനുണ്ട്. കുറച്ചും കൂടി പ്രയാസമുള്ള സംഭവമാണ്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ആദ്യം ഇത് കാണിക്കുന്നത്. ഈ 4 കണ്ണി ഉപയോഗിച്ച് പന്തുണ്ടാക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ അടുത്തതും ചെയ്യാൻ പറ്റൂ.
ഇങ്ങനെ മടയുക. സ്കൂളൊക്കെ കുട്ടികൾക്കൊക്കെ ക്രാഫ്റ്റ് വർക്കിലോ അല്ലെങ്കിൽ തെങ്ങോല കൊണ്ട് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്തു തരാനൊക്കെ പറയൂ. ഈ അവസരത്തിൽ ഇത് കുട്ടികളെ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ കഴിയും ഇത് പഠിച്ചാൽ. ഒന്ന് രണ്ട് റൗണ്ട് ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ടൈറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഉറപ്പ് വരും. ഈ ഫസ്റ്റ് കണ്ണി അടിയിലേക്ക് എടുക്കുക. അതിനുശേഷം ഈ എൻഡിലുള്ള കണ്ണി മുകളിലൂടെ എടുത്ത് അടിയിലൂടെ എടുത്ത കണ്ണീൻ്റെ പിന്നെ ഈ അടിയിലേക്ക് ആക്കിയിട്ട് എടുക്കുക, വലിക്കുക. ഇത്രയാണ് ചെയ്യാനുള്ളത്. എല്ലാ ആളുകൾക്കും ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാകണമെന്നൊന്നുമില്ല. എല്ലാവർക്കെങ്കിലും ഒന്നുണ്ടാക്കി നോക്കാം, അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചൊരു സംഭവമല്ലേ, ഒരു കളിക്കാൻ ഉപയോഗിക്കുന്നല്ലേ എന്നുള്ളതിൽ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത്രയായതിനു ശേഷം നമുക്ക് നിർത്താം. ഇനി ഉള്ള ബാക്കിയുള്ള കണ്ണിയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ ഓരോ ഇങ്ങനെ കോർത്തെടുക്കണം. നല്ല പന്ത് ടൈറ്റായിട്ട് അതിൻ്റെ അവസാനത്തെ വർക്കാണിത്. ബാക്കിയുള്ള ഭാഗം കോർത്തെടുക്കുക. ഒരു ഭാഗം കോർത്തെടുക്കുക. കുറച്ചുകൂടി വലിയ വീതി നീളമുള്ള ഒലക്കണ്ണി ഉപയോഗിക്കുന്ന വെച്ചാൽ കുറച്ചും കൂടി നല്ല വണ്ണത്തിലുള്ള നല്ല പന്താക്കി മാറ്റാൻ പറ്റും. ഇപ്പോൾ ചെറിയ തൈത്തെങ്ങിൻ്റെ ഓലയാണ് ഇത് ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. പിന്നെ വലിപ്പത്തിൽ വേണമെങ്കിൽ അതിനനുസരിച്ച് കുറച്ചുകൂടി വലിപ്പം കൂടിയ ഒലക്കണ്ണി ഉപയോഗിച്ച് ചെയ്താൽ മതി. ഇനി ബാക്കിയുള്ള ഭാഗം ഈ ഭാഗം കട്ട് ചെയ്ത് എടുത്താൽ മതി. ബാക്കി കുറച്ച് ചെറിയ ഭാഗങ്ങൾ ബാക്കി ഉണ്ടാവും, അതൊന്ന് കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ പന്ത് റെഡിയായി. ഓക്കെ, അപ്പോൾ പന്ത് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ചെറിയ ഓല ആയതുകൊണ്ടാണ് ചെറിയ പന്തായിപ്പോയത്. കുറച്ചും കൂടി നല്ല വലിപ്പമുള്ള ഓലക്കണ്ണി എടുത്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പന്തുണ്ടാക്കാൻ പറ്റും. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.